കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം KTM വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. അത് ഇവിടെ പ്രസിഡന്റ് ഈ എഡിഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പറയുകയുണ്ടായി. 13ാമത് കേരള ട്രാവൽ മാർട്ട് സെപ്റ്റംബർ 24 മുതൽ 27 വരെ കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നു. 75 രാജ്യങ്ങളിൽ നിന്നും 610 അന്തർദേശീയ രജിസ്ട്രേഷനുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 1750 ആഭ്യന്തര രജിസ്ട്രേഷനുകളും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരള ട്രാവൽ മാർട്ടിന് എല്ലാ കാലത്തും കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ കേരളത്തെ ലോകത്തിൻ്റെ മുൻപിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് വലിയ പങ്ക് ഉണ്ടായിരുന്നു. ആ പ്രാധാന്യത്തോടു കൂടി ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ടൂറിസം മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ, ആഭ്യന്തര വിദേശ ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടലുകൾ, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ, MIC പ്ലാനർമാർ, വെൽനസ് സേവനദാതാക്കൾ, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ പങ്കാളികൾ, ഇവരെല്ലാം ഒറ്റ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് KTM വളരെ വിജയകരമായി ഈ 12 എഡിഷനിലും നിർവഹിച്ചിട്ടുള്ളത്. അതിന് എല്ലാ മാധ്യമ സ്നേഹിതന്മാരുടെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ KTM-നും കേരള ഗവൺമെൻറ്റിൻ്റെയും പേരിൽ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. വിദേശ മാധ്യമ പ്രവർത്തകരും നാഷണൽ മീഡിയയുടെ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീഡിയ സെൻ്ററും അവിടെ KTM-ൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ദേശത്തും വിദേശത്തും ഒക്കെയായി കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകളെ, പുതിയ പ്രോഡക്റ്റുകളെ അത് ഇവരിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ MIC അതുപോലെ വെൽനസ് പഴയതാണ്, നമുക്ക് വലിയ കുത്തകയുള്ള മേഖലയാണ്. ആയുർവേദമാണെങ്കിലും വെൽനസ് ടൂറിസം ആണെങ്കിലും അതിനെ കുറച്ചും കൂടി ആകർഷകമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, നമ്മുടെ വെൽനസ് ടൂറിസത്തെ, ആയുർവേദത്തെയൊക്കെ ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വളരെ നേരത്തെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു ആധികാരികമായ മുൻതൂക്കമുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം പുതിയ കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ ഈ കേരളം മത്സരിക്കുന്നത് രാജ്യങ്ങളുമായിട്ടാണ്, സംസ്ഥാനങ്ങളുമായിട്ടല്ല. ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് ടൂറിസം മേഖലയിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ആധികാരികത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്തള്ളി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിനെ റീബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ട് കൂടി ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് KTM-നെ കാണുകയാണ്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിനും അപ്പുറത്തേക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഹോം സ്റ്റേസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ബാക്ക് വാട്ടർ ടൂറിസവും അങ്ങനെ നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെ നമ്മൾ നവീനമായ പുതിയ പ്രോഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലോകത്തെ നമ്മൾ ഇനി എത്താത്ത രാജ്യങ്ങളിലേക്കും നമ്മുടെ മാർക്കറ്റിംഗ് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ മേഖലയിലുള്ള ഏറ്റവും പരിണിതപ്രജ്ഞരായ, അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടി അത് നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടൂറിസത്തിന് ഈ വർഷം ബജറ്റിൽ കൂടി നമ്മൾ വ്യവസായത്തിന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യ മീറ്റിങ്ങിൽ തന്നെ ഈ മേഖലയിലുള്ളവരുടെ എല്ലാം ആവശ്യമായിരുന്നു. ആദ്യ ബജറ്റിൽ തന്നെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം ടൂറിസം സെക്രട്ടറി ഉണ്ട്, ഡയറക്ടറുണ്ട്, അഡീഷണൽ ഡയറക്ടറുണ്ട്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അതിനുള്ള മീറ്റിങ്ങുകളും ഡ്രാഫ്റ്റുമൊക്കെ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇപ്പം പറയാൻ കഴിയാത്തത്. അത് പക്ഷേ അധികം വൈകാതെ തന്നെ അത് മീഡിയയിൽ കൂടി തന്നെ അറിയിക്കും. അതിനു മുമ്പ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള 1-2 മീറ്റിങ്ങുകളിലൂടെ ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അതുകൂടെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും അതിലേക്ക് അവസാനമായിട്ട് കടക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് KTMൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, കേരളത്തിലെ മാധ്യമ സ്നേഹിതരുടെ, നാഷണൽ മീഡിയയുടെ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം, പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെപ്റ്റംബർ 24-ന് കൊച്ചിയിൽ ഇതിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിൽ 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ 13ാമത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ KTMൻ്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയമുള്ളത് അവർ കൂടുതൽ അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഇവൻറ്റുകളിൽ ഒന്നായ KTMന്, സംസ്ഥാന സർക്കാരിനും KTMൻ്റെ ഭാരവാഹികൾക്കും വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു.